ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുടെ വിവിധ ഭാഗങ്ങളിൽ 2024 ഡിസംബർ 24 വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഈ അറിയിപ്പ് പ്രകാരം ഡിസംബർ 21 മുതൽ ഡിസംബർ 24 വരെ യുടെ വിവിധ മേഖലകളിലാണ് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ളത്. ഇതോടൊപ്പം പൊടിക്കാറ്റും ഉണ്ടായേക്കാം. പ്രദേശവാസികളോട് ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. ബഹ്റൈനിലെ ഫാർമസി മേഖലയെ ഉദാരവൽക്കരിക്കുന്നതിനുള്ള പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുന്നതിനിടെ ഇത് സംബന്ധിച്ച ബില്ല് ഷൂറ കൗൺസിൽ വോട്ടിടുന്നു. ഫാർമസി ലൈസൻസുകൾ പരിമിതപ്പെടുത്തുന്ന ദശാബ്ദങ്ങൾ പഴക്കമുള്ള നിയമം ഒഴിവാക്കുന്നതാണ് പരിഷ്കരണത്തിലെ പ്രധാന മാറ്റം. പുതിയ ബില്ലിന് അംഗീകാരം ലഭിക്കുന്നതോടെ വ്യക്തികൾക്കും കമ്പനികൾക്കും രാജ്യത്തുടനീളം പരിധിയില്ലാത്ത ഫാർമസികൾ തുറക്കാം. ഇത് ബഹ്റൈനിൽ മരുന്നുകൾക്ക് വില കുറയാനും എളുപ്പത്തിൽ ഏതു മരുന്നും ലഭ്യമാകാനും കാരണമാകും. മരുന്നുകൾക്കായുള്ള ക്യൂ ഒഴിവാക്കാനും സാധിക്കും. ഷൂറ കൗൺസിലിന് കീഴിലുള്ള സർവീസ് കമ്മിറ്റി ഈ നിർദ്ദേശത്തിന് ഇതിനോടകം അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇന്നോ നാളെയോ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായേക്കാം. അതേസമയം മരുന്നുകടകളുടെ വ്യാപനം വർദ്ധിക്കാനും മരുന്ന് വില കുറയാനും ഈ നീക്കം സഹായിക്കുമെന്ന് അധികൃതർ കരുതുന്നു. അതേസമയം പുതിയ തീരുമാനം ഫാർമസികൾക്കിടയിൽ മത്സരം വളർത്തുകയും പ്രവേശനക്ഷമത മെച്ചപ്പെടുത്തുകയും ന്യായവില ഉറപ്പാക്കുകയും ചെയ്യുമെന്നാണ് പൊതുവെയുള്ള ധാരണ. ഉന്നത ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രതിനിധികൾ, നിയമ ഉപദേഷ്ടാക്കൾ എന്നിവരുമായി വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് സർവീസ് കമ്മിറ്റി ശുപാർശയ്ക്ക് അംഗീകാരം നൽകിയത്. കുവൈറ്റിൽ ട്രാഫിക് നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി സ്ഥാപിച്ച നൂതന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ പണി തുടങ്ങി. ട്രാഫിക് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും നിയമവിരുദ്ധമായ ഡ്രൈവിംഗ് പെരുമാറ്റം തടയുന്നതിനുമുള്ള പദ്ധതിയുടെ ഭാഗമായി പ്രധാന റോഡുകളിൽ സ്ഥാപിച്ച AI ക്യാമറകൾ വെറും 4 ദിവസത്തിനകം 4122 ട്രാഫിക് നിയമ ലംഘനങ്ങൾ രേഖപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, അശ്രദ്ധവും അപകടകരവുമായ ഡ്രൈവിംഗ്, തെറ്റായ രീതിയിലുള്ള ലൈൻ മാറ്റങ്ങൾ തുടങ്ങിയവ നിയമലംഘനങ്ങളാണെന്ന് AI ക്യാമറകൾ കണ്ടെത്തിയ നിയമലംഘനങ്ങളിൽ അധികവുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഇവയിൽ പലതും സാധാരണ ക്യാമറകൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത നിയമലംഘനങ്ങളാണെന്നും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തുടനീളം സുരക്ഷിതമായ റോഡ് സാഹചര്യങ്ങൾ ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അത്യാധുനിക AI സാങ്കേതിക വിദ്യകളുമായി സംയോജിപ്പിച്ച ഓട്ടോമേറ്റഡ് മോണിറ്ററിംഗ് ക്യാമറകളുടെ ശൃംഖലകൾ ഈ നിയമലംഘനങ്ങൾ സ്വന്തം നിലയ്ക്ക് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഗതാഗത നിയന്ത്രണങ്ങൾ പാലിക്കാൻ എല്ലാ റോഡ് ഉപയോക്താക്കളോടും ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിക്കുകയും പൊതുസുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിരന്തര നിരീക്ഷണത്തിന്റെയും ബോധവൽക്കരണത്തിന്റെയും പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു. മുംബൈയിലെ സൗദി കോൺസുലേറ്റിൽ ഗാർഹിക വിസ സ്റ്റാമ്പിംഗ് പുനരാരംഭിച്ചു. 1.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണിത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു 1.5 മാസം മുമ്പ് മുംബൈ സൗദി കോൺസുലേറ്റിൽ വിസ സ്റ്റാമ്പിംഗ് നിർത്തലാക്കിയത്. പകരം ന്യൂഡൽഹിയിലെ സൗദി എംബസി വഴിയായിരുന്നു വിസ സ്റ്റാമ്പിംഗ് നടന്നിരുന്നത്. ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അടക്കം മറ്റ് രാജ്യങ്ങളിലെയും സൗദി കോൺസുലേറ്റുകളിൽ ഇപ്രകാരം ഗാർഹിക വിസ സ്റ്റാമ്പിംഗ് നിർത്തിയിരുന്നു. പകരം എല്ലായിടത്തും എംബസികൾ വഴി മാത്രമാണ് നടന്നിരുന്നത്. ഇത് കാരണം എംബസികളിൽ തിരക്കേറുകയും കാലതാമസത്തിന് പുറമെ വിസ സ്റ്റാമ്പിംഗ് സർവീസ് ചാർജ് 10 മടങ്ങായി വർദ്ധിക്കുകയും ചെയ്തു. ഇങ്ങനെ ചെലവ് വർദ്ധിച്ചതോടെ കേരളത്തിലെ അടക്കം ട്രാവൽ ഏജൻസികൾ വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. കുവൈറ്റിൽ ഇന്ത്യയിൽ നിന്നുള്ള ജനങ്ങളുടെ വൈവിധ്യം കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇതൊരു മിനി ഹിന്ദുസ്ഥാനാണെന്ന് തനിക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുവൈറ്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവെയാണ് മോദി ഇക്കാര്യം പറഞ്ഞത്. 19-ാം നൂറ്റാണ്ടിൽ പോലും ഇന്ത്യയും കുവൈറ്റും തമ്മിൽ ശക്തമായ വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്നും ഹലാം മോദിയിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സൗദിയിൽ നിയമലംഘനങ്ങൾക്ക് പിടികൂടുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ നടത്തിയ സുരക്ഷാ പരിശോധനയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 20,159 പ്രവാസികളാണ് പിടിയിലായത്. ഡിസംബർ 12-നും 18-നും ഇടയിലുള്ള ദിവസങ്ങളിലാണ് ഇത്രയും പേർ അറസ്റ്റിലായത്. ഇതിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട്.
അതിന്റെ തൊട്ടു മുമ്പുള്ള ആഴ്ച 19,831 പ്രവാസികളാണ് അറസ്റ്റിലായത്. അതേസമയം നേരത്തെ അറസ്റ്റിലായി കരുതൽ തടങ്കലിൽ കഴിയുന്ന 9,461 പ്രവാസികളെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സൗദിയിൽ നിന്നും നാടുകടത്തിയതായും സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തൊട്ടു മുമ്പത്തെ ആഴ്ചയും 9,893 പേരെ സൗദി അധികൃതർ നാടുകടത്തിയിരുന്നു. വിസ, തൊഴിൽ, അതിർത്തി സുരക്ഷാ നിയമലംഘനങ്ങൾ ലംഘിച്ചതിനാണ് ഇത്രയേറെ പ്രവാസികൾ സുരക്ഷാ ഏജൻസികളുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ പിടിയിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായവരിൽ 11,302 പേർ രാജ്യത്തെ താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവരാണെന്ന് അധികൃതർ അറിയിച്ചു. 5,652 പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും 3,205 പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനുമാണ് അറസ്റ്റിലായത്. അതിർത്തി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചതിന് 1,861 പേരെയാണ് സുരക്ഷാ അധികൃതർ പിടികൂടിയത്. ഇവരിൽ 65% എത്യോപ്യക്കാരും 33% യമനികളും ബാക്കി 2% മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്തിന് പുറത്തേക്ക് അതിർത്തികൾ വഴി കടക്കാൻ ശ്രമിച്ച 112 പേരെയും അധികൃതർ പിടികൂടി. പുതുതായി അറസ്റ്റിലായവരെ കൂടാതെ 29,540 പ്രവാസികൾ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ നിയമ നടപടികൾ നേരിടുന്നതായും അധികൃതർ അറിയിച്ചു. ഇവരിൽ 26,411 പേർ പുരുഷന്മാരും 2,619 പേർ സ്ത്രീകളുമാണ്. ഇവരിൽ 20,337 പേരെ നാട്ടിലേക്കുള്ള യാത്രാരേഖകൾ ശരിയാക്കുന്നതിനായി ബന്ധപ്പെട്ട നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തു. 3,425 പേർക്ക് അവരുടെ യാത്രാ ബുക്കിംഗ് അന്തിമമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ നിയമലംഘകരെ സഹായിക്കുകയോ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യം നൽകുകയോ യാത്ര ചെയ്യാൻ വാഹനം നൽകുകയോ താമസത്തിന് സൗകര്യം ഒരുക്കി നൽകുകയോ ജോലി നൽകുകയോ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇത്തരം കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 15 വർഷം വരെ തടവും 1 ദശലക്ഷം റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ. രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയതോടെ വിസ അനുവദിക്കുന്നതിനോടൊപ്പം അടിസ്ഥാന ചികിത്സ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഇൻഷുറൻസ് പാക്കേജും മാനവ വിഭവ മന്ത്രാലയം പ്രഖ്യാപിച്ചു. അടുത്ത വർഷം മുതൽ വീട്ടുജോലിക്കാർക്കും സ്വകാര്യ മേഖലയിലെ മുഴുവൻ തൊഴിലാളികൾക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാകും. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി, ആരോഗ്യ സാമൂഹിക സുരക്ഷാ മന്ത്രാലയം, എമിറേറ്റിലെ ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയുമായി സഹകരിച്ചാണ് മന്ത്രാലയം ചെലവ് കുറഞ്ഞ ഇൻഷുറൻസ് പാക്കേജുകൾ നൽകുന്നത്. ജനുവരി മുതൽ പുതിയ വിസയ്ക്കും പുതുക്കുന്ന വിസയ്ക്കും ഇൻഷുറൻസ് രേഖ ആവശ്യമാകും. സൗദി ജീസാനിൽ താമസ സ്ഥലത്ത് വാഷിംഗ് മെഷീനിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് അമ്പലപ്പുഴ സ്വദേശി സുകുമാരൻ മരണപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രി 10 മണിക്കായിരുന്നു സംഭവം. മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു.